ഹായ്, ഒരുപാട് നാളായി ഞാനൊരു വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ ഞാനോർത്തു ഇന്നൊരു കുഞ്ഞ് ഈവനിങ് വ്ളോഗ് എടുക്കാമെന്ന്. ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സായിട്ടൊന്ന് പുറത്തോട്ട് പോവുകയാണ്. പോണത് വേറെ അങ്ങോട്ടല്ല, ബോച്ചയുടെ ഷാപ്പിലോട്ട്. ഓൾറെഡി ഞങ്ങളുടെ എല്ലാവരും പോയിട്ടുണ്ട്. സെക്കൻഡ് ടൈമാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടുത്തെ വീഡിയോ എടുക്കാൻ പോകുന്നത്. പിന്നെ പോരാത്തിന് നിങ്ങളാരും എൻ്റെ ഫ്രണ്ട്സിനെ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് എൻ്റെ ഫ്രണ്ട്സിനെ എല്ലാവരും ഞാൻ പരിചയപ്പെടുത്തിയും തരാം. അതേപോലെ തന്നെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാവേ. So, welcome back to my YouTube channel Lifestyle with Bibi. ഉച്ചനേരം പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഡിങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഇറങ്ങാൻ പ്ലാൻ ചെയ്തിട്ട് ഇറങ്ങിയത് 5 മണിയായി. ഇനി എപ്പോൾ എത്തും, എപ്പോൾ തിരിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു അറിവില്ല. അപ്പം നമ്മൾ ജങ്കാറിന് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്ത്. അപ്പോൾ ജങ്കാർ വരെ പോകാനായിട്ട് ഡിങ്കം വന്നപ്പോഴേക്കും ഞങ്ങൾ ട്രിപ്പിൾ അടിച്ചാണ് അവിടെ ഫോട്ടോ വെച്ച് ജങ്കാർ കയറാൻ വേണ്ടി പോയത് കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് അവിടെ എല്ലാവരും എത്തിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ അങ്ങോട്ടാണ് പോയത്. പക്ഷെ നമ്മൾ ട്രിപ്പിൾ അടിച്ചാണ് ഇങ്ങോട്ട് എത്തിയത്. ബസ്സിലാണ് വന്നത് കേട്ടോ. ഡ്രിങ്ക് റെസ്പോൺസിബിളി. അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. നമ്മളങ്ങനെ ജങ്കാറ് കയറി അപ്പുറത്ത് വൈപ്പിൽ പോയി ഇറങ്ങി. അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് പോകാനാണ് കേട്ടോ പ്ലാൻ ചെയ്തത്. വീണ്ടും ബോച്ചയിലെത്തിയേക്കണം കേട്ടോ. ഒരാളുടെ കുറവുണ്ട്, അഖിലില്ല. ബാക്കി ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ബോച്ച ഷാപ്പിന്റെ അകത്തോട്ട് പോവാൻ എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മൾ ബോച്ചയിലെത്തി. ബോച്ചയുടെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പോഴേക്കും ഓൾറെഡി അവിടെ സോങ് ഇട്ടേക്കണ കൊണ്ട് കോപ്പിറൈറ്റ് സംഭവിക്കുന്നത് കൊണ്ട് ഞാൻ അവിടുത്തെ ഇതിലൊന്നും സൗണ്ട് ആഡ് ചെയ്തിട്ടില്ല. അതിനാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ വോയിസ് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്ത് ഓർഡർ ചെയ്യണം, വേണം. കഴിഞ്ഞ പ്രാവശ്യം വന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണോ എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഫസ്റ്റ് ഞങ്ങൾ എന്തായാലും കള്ള് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡിനെ പറ്റി തീരുമാനിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കള്ള് പറഞ്ഞു. ഞങ്ങളുടെ മുമ്പിൽ നിന്നിട്ട് കള്ള് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു. ഞങ്ങൾ കള്ളൊക്കെ ഒഴിച്ച് കുടിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഓരോന്നായിട്ട് ഫുഡുകൾ ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ ഫുഡുകൾ മെയിനായിട്ട് ഞങ്ങൾക്ക് അവിടെ കൂടുതൽ ഇഷ്ടം കള്ളയപ്പം, അതേപോലെ തന്നെ മീൻകറി, ബീഫ് കറി, അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ മെയിൻ ഐറ്റംസൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി അവിടുത്തെ ആംബിയൻസ് തന്നെ അടിപൊളിയാണ്. നമുക്ക് തന്നെ കുറച്ച് കുടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ കയറി ഡാൻസൊക്കെ കളിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ അവിടെ. ഞങ്ങൾ എപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കേണ്ടി ഞങ്ങൾ പകുതി എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്ന് കാറ്റൊക്കെ കൊണ്ട് അതൊക്കെ കഴിച്ചിട്ടൊക്കെ വന്നിട്ട് ഞങ്ങൾ പിന്നെയും കുടിക്കില്ല. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഞാൻ ഈ തുള്ളിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് അവിടെ ഇട്ടേക്കണ പാട്ടുകളൊന്നും സത്യം പറഞ്ഞാൽ യൂട്യൂബിൽ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ സത്യമായിട്ടും ഞാനിതൊന്നും ഇടാത്തത്. ഞങ്ങളെല്ലാവരും പാട്ടൊക്കെ കേട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ ഷാപ്പിനെ കുറിച്ച് പറയുന്നതാണെങ്കിൽ ആക്ച്വലി അടിപൊളി ഷാപ്പാണ്. നമുക്ക് ഫാമിലിയായിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷാപ്പാണ്. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ ഓൾമോസ്റ്റ് ആൾക്കാരെല്ലാവരും പോയിട്ടുണ്ടാവും. ഞങ്ങൾ തന്നെ ഇപ്പോൾ അവിടെ സെക്കൻഡ് ടൈമാണ്. ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം പോയപ്പോൾ തന്നെ ഞങ്ങൾ ഒരുപാട് എൻജോയ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി ഒരുപാട് ഗെയിംസ് ഉണ്ട് കേട്ടോ. 8 പൂളും അതും ഇതൊക്കെ ഇട്ട് എനിക്കൊന്നിൻ്റെ പേര് തന്നെ അറിയത്തില്ല. പിന്നെ അതേപോലെ തന്നെ പിള്ളേരെ അവിടെ എൻഗേജ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ടെഡിയും അതും ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും മിച്ചിയും കുറേ നേരം ടെഡിയൊക്കെ എടുത്ത് കളിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് കുറേ നേരം കളിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ പുറത്ത് നടക്കാൻ ഇറങ്ങി. ഈ ഭാഗമൊക്കെ കണ്ടു. ഇവിടെ നമുക്ക് മീനൊക്കെ പിടിച്ച് അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്ത് തരും കേട്ടോ. ഹായ് ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ബോച്ചയിലാണ് കേട്ടോ. നമ്മളിപ്പോ കോപ്പിറൈറ്റ് ഉള്ളത് കൊണ്ട് കുറെ കാര്യങ്ങളൊന്നും ഞാൻ സൗണ്ട് ആയിട്ട് എടുത്തിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ എന്റെ ഫ്രണ്ട്സിനെ എല്ലാവരും നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിരുത്തേക്കണായിട്ട് ഇവരെല്ലാവരെയും കൊണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഞങ്ങൾ തുടങ്ങാവേ. ഇതാണ് ഞങ്ങൾ വിളിക്കുന്ന ഡിങ്കൻ. ആനന്ദെന്നാണ് പേര്. ഇത് ഉണ്ണി. ഉണ്ണിയുടെ വൈഫ് നമ്മുടെ മിസ്രിയ, ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആണ്.
ആക്ച്വലി ഇതൊക്കെയാണ് എന്റെ ഫ്രണ്ട്സ്. പക്ഷെ ഒരാളും കൂടെ ഉണ്ട്, അവൻ ഹൈദരാബാദ് ആണ്. അതെ ദുബായ് ദുബായ് ഒരുത്തൻ അടുത്ത മാസം എത്തും. ഞങ്ങളുടെ നിഖില് അവൻ അടുത്ത മാസം ദുബായിന്ന് എത്തുന്നതാണ്. അപ്പൊ അവന് ഞങ്ങൾ അടുത്ത മാസം ഒരു വീഡിയോ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അല്ല വരുമ്പോ വീഡിയോ അലമ്പാക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സാധനങ്ങളാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ ചെയ്യാന്ന് പറഞ്ഞപ്പോഴേക്കും. ഞാൻ കാര്യം പറയട്ടെ, 4 ഫ്രണ്ട്സ് ഉള്ളൂ നോക്ക്. ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ചോദ്യമാണ്. 4 ഫ്രണ്ട്സ് ആണ്, അത് 1 2 3 4 ഇപ്പൊ തന്നെ 4 പേര്. അപ്പൊ ഞാൻ ബാക്കിയുള്ളതെല്ലാം കൂടിയിട്ട് cover ചെയ്ത് കാണിക്കാം. ഹലോ ഗൈസ്, യൂട്യൂബറെ നമ്മൾ നടത്തുന്ന Like, share, subscribe.